ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഹൈപ്പും ഒക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അധ്യായം 599. പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നു. സ്റ്റാർഡം മീഡിയയുടെ ഷെയർ ഹോൾഡേഴ്സിനെ സ്വാധീനിച്ച് കമ്പനിയെ സ്വന്തമാക്കാൻ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ് സഞ്ജയ് എന്നുള്ളത് നീലിമയ്ക്ക് ബോധ്യമുള്ള കാര്യമാണ്. പക്ഷേ എങ്ങനെയാണ് സഞ്ജയെ നേരിടുക എന്നാലോചിച്ച് നീലിമ വല്ലാതെ ഓർത്ത് സങ്കടപ്പെടുന്നുമുണ്ട്. മറ്റുള്ളവരുടെ നോട്ടത്തിന് വേണ്ടിയിട്ടില്ല നിങ്ങൾ ഈ വൃത്തികെട്ട കളികൾ കളിക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സഞ്ജയ്. നിങ്ങളുടെ ഈ നീക്കത്തിൽ പിന്നിൽ എന്തോ വ്യക്തമായിട്ടുള്ള സ്വകാര്യ ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് ഉറപ്പാണ്. സഞ്ജയെ നോക്കിയിട്ടാണ് നീലിമ പറഞ്ഞത്. നീലിമ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് യാതൊരുവിധ ദുരുദ്ദേശവുമില്ല. നിങ്ങളുടെ കമ്പനിയെ സാമ്പത്തിക തകർച്ച അവിടുത്തെ സ്റ്റാഫുകളും അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിനുമാണ് ബാധിക്കുന്നത്. കമ്പനിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നല്ലൊരു ഓഫറുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് എൻ്റെ ഓഫർ സ്വീകരിക്കാതെ എൻ്റെ നല്ല ഉദ്ദേശത്തെ നിങ്ങൾ തെറ്റിദ്ധരിക്കുക കൂടിയാണ് ചെയ്തത്. സഞ്ജയ് നിഷ്കളങ്കമായ ഒരു മുഖത്തോടു കൂടിയാണ് പറയുന്നത്. നിങ്ങൾ വെറുതെ കള്ളം പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാനൊന്നും ശ്രമിക്കേണ്ട. ഇതൊക്കെ തികച്ചും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ശരിക്കും നിങ്ങൾ എന്തിനാണിത് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു തിരഞ്ഞെടുപ്പ് തെറ്റാണ് എന്ന് മാത്രം എനിക്കറിയാം. പക്ഷേ ഇതോർത്ത് നിങ്ങൾ ഒരിക്കൽ ദുഃഖിക്കും സഞ്ജയ്. നിങ്ങളെ ഞാൻ നേരിടുക തന്നെ ചെയ്യും. നീലിമയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. നീലിമയ്ക്ക് പറയാനുള്ളതൊക്കെ നീലിമ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് എൻ്റെ തീരുമാനവും ഞാൻ അറിയിച്ചു കഴിഞ്ഞു. സ്റ്റാർഡം മീഡിയ ഞാൻ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ നിന്നൊരു പിന്മാറ്റം ഇനി ഉണ്ടാവാൻ പോകുന്നില്ല. ദൃഢനിശ്ചയത്തോടെ സഞ്ജയ് നീലിമയെ നോക്കി പറഞ്ഞു. അവൻ്റെ വാക്കുകൾ കേട്ട് നീലിമ ഒരു വേള നിരാശയിലായി. താൻ പറയുന്നതൊക്കെ കേട്ട് സഞ്ജയ് പിന്തിരിയുമെന്നാണ് നീലിമ പ്രതീക്ഷിച്ചത്. പക്ഷേ അവൻ്റെ തീരുമാനം ഉറച്ചതാണ് എന്നുള്ളത് ഈ ഒരു കൂടിക്കാഴ്ചയോടുകൂടെ നീലിമയ്ക്ക് 100% ഉറപ്പായി. മീറ്റിംഗൊക്കെ അവസാനിപ്പിച്ച് നീലിമയും സഞ്ജയും രണ്ടു വഴിക്ക് പോയി. അന്നത്തെ ദിവസം നീലിമയ്ക്ക് പരീക്ഷണങ്ങളുടെ ഒരു ദിവസം തന്നെയായിരുന്നു. വളരെ ക്ഷീണിച്ചിട്ടാണ് വീട്ടിലേക്ക് തന്നെ നീലിമ കയറി വരുന്നത്. സ്വീകരണ മുറിയുടെ ആ ഒരു വാതിൽ തുറന്ന് അവൾ അകത്തേക്ക് കയറിയപ്പോൾ അവളെ കാത്തിരുന്നത് സിദ്ധാർത്ഥിൻ്റെ അവൾ കണ്ടു. ഇന്നും നീ ഒരുപാട് വൈകിയല്ലോ നീലിമ. അവളെ കണ്ടപ്പോൾ പുഞ്ചിരിയോടുകൂടിയാണ് സിദ്ധാർത്ഥ് ചോദിച്ചത്. സോറി സിദ്ധു, നിങ്ങൾ എന്നെ കാത്തിരുന്ന് മുഷിഞ്ഞു കാണുമല്ലേ? അവൾ ക്ഷമാപണം എന്ന പോലെ തന്നെ പറഞ്ഞു. എന്നിട്ട് നീലിമ അവിടെ അടുത്ത് ചെന്നിരുന്നു. ഇതിന് നീ എന്തിനാ സോറി പറയുന്നത്? ഒരു കമ്പനി നോക്കി നടത്തുമ്പോൾ ഇതൊക്കെ സർവ്വസാധാരണമാണ്. നീ രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ നീ കഷ്ടപ്പെടുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ടല്ലോ. ഓഫീസ് കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും എല്ലാം ഓടി നടന്ന് നീ നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിന്റെ ഈ ഹാർഡ് വർക്ക് സമ്മതിച്ച് തന്നേ പറ്റത്തുള്ളൂ. എന്നിട്ട് സിദ്ധാർത്ഥ് നീലിമയെ സിദ്ധാർത്ഥിൻ്റെ തോളിലേക്ക് ചായച്ചു കിടത്തിയിട്ടാണ് പറഞ്ഞത്. ഞാൻ ഇന്ന് സഞ്ജയ് മുഖർജിയുമായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നു. അയാളെ കണ്ടിട്ട് മടങ്ങുന്ന വരവാണിത്. നീലിമ ഒരു നെടുവീർപ്പോടുകൂടി സിദ്ധാർത്ഥിനെ നോക്കിയിട്ട് പറഞ്ഞു. പക്ഷേ അവളുടെ ആ ഒരു കാര്യമല്ലെങ്കിൽ അവളുടെ മുഖം സിദ്ധാർത്ഥിന് ഒന്ന് വല്ലാതെ തന്നെ ആക്കുന്നുണ്ട്. അതെന്താ നീ അന്ന് വല്ലാതായത്? സഞ്ജയ് മുഖർജിയുടെ സ്റ്റാർഡം മീഡിയ ഏറ്റെടുക്കാൻ പോകുന്നു എന്ന വാർത്ത കേട്ടിട്ടാണോ? അതെ സിദ്ധു, എനിക്കതിനെപ്പറ്റി അയാളിൽ നിന്ന് നേരിട്ട് തന്നെ ഒരു വിശദീകരണം ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ സഞ്ജയ് പോയി കണ്ടു. അയാൾ ശക്തമായ എതിരാളിയാണ്. നമ്മുടെ കമ്പനി സഞ്ജയ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നോട് ഓപ്പണായിട്ട് തന്നെ അയാൾ അതെല്ലാം പറഞ്ഞു. അതുപോലെ തന്നെ സ്റ്റാർഡം മീഡിയയുടെ പ്രവർത്തനങ്ങളിൽ അയാളെ പങ്കാളിയാക്കാൻ വേണ്ടി സഞ്ജയ് എനിക്ക് നല്ലൊരു തുക തന്നെ ഓഫർ ചെയ്തു. ഞാനത് അപ്പോൾ തന്നെ നിരസിച്ചു. പക്ഷേ സഞ്ജയ് ഒരിക്കലും പിന്നോട്ട് പോവാൻ ഒരുക്കമല്ലായിരുന്നു. നമ്മുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനെയും ബോർഡ് മെമ്പേഴ്സിനെയൊക്കെ കാശ് കൊടുത്ത് സ്വാധീനിക്കാണ് അയാളുടെ തീരുമാനം. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് സിദ്ധു. നമ്മുടെ കമ്പനിയിലെ ഡയറക്ടർ ബോർഡിലെ അംഗങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയെക്കുറിച്ചുള്ള ആ ഒരു നിലനിൽപ്പിനെക്കുറിച്ചും ഒരു നേരിയ സംശയം വന്നാൽ മാത്രം മതി. അത് നമ്മുടെ കമ്പനിയെ നല്ലതുപോലെ തന്നെ ബാധിക്കും. അതോടെ സ്റ്റാർഡം മീഡിയ തകരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവർ പറയുന്ന എന്ത് കാര്യത്തിനും നമ്മൾ നിർബന്ധിതരാവേണ്ടി വരും. സഞ്ജയ് ശ്രമിക്കുന്നത് അതിനുവേണ്ടി മാത്രമാണ് സിദ്ധു. അയാൾക്ക് അധികാരം വേണം. അതിനായി അയാൾ എന്തും ചെയ്യുമെന്ന് എന്നെ വെല്ലുവിളിച്ചിരിക്കുന്നു. നീലിമയുടെ സ്വരത്തിൽ ഭീതി പടർന്നു. നീ പറഞ്ഞത് ശരിയാണ് നീലിമ. സഞ്ജയ് നമ്മളെ ഭയക്കേണ്ടിയിരിക്കുന്നു. ഞാൻ അന്വേഷിച്ചിടത്തോളം ലാവണ്യയ്ക്ക് വേണ്ടിയിട്ടാണ് സഞ്ജയ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നാൽ അത് വ്യക്തമാവുന്ന തെളിവുകളൊന്നും തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല. അലക്സ് അതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ലാവണ്യയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ സഞ്ജയ് അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഏതറ്റം വരെയും പോവും. അവളുടെ ഉദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ലാവണ്യയോടുള്ള വെറുപ്പ് നീലിമയുടെ മുഖത്തങ്ങ് പ്രകടമായി. അവൾ എന്തിനാണ് സിദ്ധു? ലാവണ്യ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്റ്റാർഡം മീഡിയ ലക്ഷ്യമാക്കി നടക്കുന്നത്? അവൾക്ക് എന്ത് നേട്ടമാണ് ഇതുകൊണ്ടുണ്ടാവുന്നത്?
എന്നോടല്ല അവൾക്ക് ശത്രുത. അപ്പോൾ പിന്നെ എന്നോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി നമ്മുടെ കമ്പനി അവൾ എന്തിനാ ലക്ഷ്യമിടുന്നത്? നീലിമ സിദ്ധാർത്ഥിനോട് ചോദിച്ചു. ഈ ചോദ്യത്തിനുള്ള ഉത്തരം ലാവണ്യ തന്നെ പറയേണ്ടി വരും. എന്തായാലും നിന്നെ തകർക്കുക എന്നല്ലാതെ മറ്റൊരു ലക്ഷ്യവും അവൾക്കുണ്ടാവില്ല. നീയല്ലേ സ്റ്റാർഡം മീഡിയയുടെ ഇപ്പോഴത്തെ CEO. നിന്നെ ആ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള പരിശ്രമമായിരിക്കും ലാവണ്യ നടത്തുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവൾക്ക് ഇതല്ലാതെ മറ്റ് പ്ലാനുകളൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അതിനി മുന്നോട്ട് നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നമ്മുടെ കമ്പനിയിലെ ഡയറക്ടർ ബോർഡിലുള്ള അംഗങ്ങളെ നമുക്ക് പ്രതിരോധം തീർക്കേണ്ട സമയമായിരിക്കുന്നു. സഞ്ജയ്, ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനം ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും സിദ്ധു? നീലിമ ഒരുപാട് സംശയങ്ങൾ സിദ്ധാർത്ഥിൻ്റെ മുന്നിലങ്ങ് നിരത്തിയിടുകയാണ്. സഞ്ജയ് നമുക്കെതിരെ ആളുകളെ തിരിക്കാനും അവനെ പിന്തുണയ്ക്കുന്ന ആളുകളെ കൂടെ നിർത്താനും അവന് സാധിക്കും. അവനെ വില കുറച്ച് കാണാൻ നമുക്കൊരിക്കലും പറ്റില്ല. സിദ്ധാർത്ഥ് നീലിമയോട് വാക്ക് ശരിവെച്ചു. സിദ്ധു, സ്റ്റാർഡം മീഡിയ പെട്ടെന്നുണ്ടായ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസാണ് ഈ ഒരു പ്രശ്നത്തിനൊക്കെ കാരണം. നമ്മുടെ കമ്പനിയുടെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിച്ചാൽ മാത്രമാണ് സഞ്ജയുടെ ഈ ഒരു നീക്കത്തിൽ നിന്ന് നമുക്ക് സ്റ്റാർഡം മീഡിയയെ രക്ഷിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ വിചാരിച്ചാൽ നമ്മുടെ കമ്പനി ഇപ്പോൾ നേരിടുക ആ ഒരു പ്രതിസന്ധി നേരിടാൻ കഴിയില്ലേ സിദ്ധു? സിദ്ധുവിനല്ലാതെ മറ്റാർക്കും സ്റ്റാർഡം മീഡിയയെ ഈ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഇതല്ലാതെ മറ്റൊരു വഴിയും എൻ്റെ മുന്നിൽ തെളിയുന്നില്ല സിദ്ധു. നീലിമ ആശങ്കയോടുകൂടി തന്നെ സിദ്ധാർത്ഥിനോട് പറഞ്ഞു. വിശ്വ ഗ്രൂപ്പിൻ്റെ കൺട്രോൾ മൊത്തം മുത്തശ്ശൻ എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. എങ്കിലും മുത്തശ്ശൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരു പരിധിയിൽ കൂടുതൽ ക്യാഷൊന്നും ചെലവഴിക്കാൻ എനിക്ക് കഴിയില്ല നീലിമ. ഒരു പക്ഷേ ഞാൻ അങ്ങനെ ചെയ്താൽ തന്നെ മുത്തശ്ശൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുന്ന സമയത്ത് തന്നെ അത്രയും പണം ഞാൻ എടുത്തു എന്നുള്ള ചോദ്യം വരും. അപ്പോൾ എനിക്ക് മുത്തശ്ശനോട് സത്യം പറയേണ്ടി വരൂലേ? സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ ഒന്നും മനസ്സിലാവാത്ത രൂപത്തിലാണ് സിദ്ധാർത്ഥിനെ നോക്കുന്നത്. മുത്തശ്ശൻ അറിഞ്ഞ എന്താ സിദ്ധു പ്രശ്നം? നമ്മുടെ കമ്പനി ഫിനാൻഷ്യൽ പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടിയിട്ടില്ലേ ഇതൊക്കെ? അവൾ അവനോട് ചോദിച്ചു. കമ്പനിയുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല നീലിമ. നീ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഫാമിലിയിലെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട് നിനക്കാണ് നീലിമ. നിനക്കൊരു നാണക്കേടുണ്ടാവുന്നത് എൻ്റെയും കൂടെ ബാധിക്കില്ലേ? അതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ സ്റ്റാർഡം മീഡിയയുടെ CEO ഇപ്പോൾ നീയാണ്. നിന്നെ ആ സ്ഥാനത്ത് നിയമിച്ചത് ഞാനുമാണ്. ഇതുപോലത്തെ ഒരു സംഭവം സ്റ്റാർഡം മീഡിയക്ക് ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. പ്രശ്നമുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കഴിവുകേട് കൊണ്ടാണെന്ന് എല്ലാവരും വരുത്തി തീർക്കും. ഒരു പക്ഷേ നിന്നെ കമ്പനിയുടെ CEO സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വരെ മുത്തശ്ശൻ പറഞ്ഞിരിക്കാം. നീ രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ സ്റ്റാർഡം മീഡിയയ്ക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ സ്റ്റാർഡം മീഡിയയെ ഒരു പൊസിഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ നീ നന്നായിട്ട് തന്നെ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ വിശ്വ ഗ്രൂപ്പിൻ്റെ ഫണ്ടിൽ നിന്നും റോൾ ചെയ്ത് നമുക്ക് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. നിന്നെക്കുറിച്ച് ഒരാൾ പോലും മോശം പറയുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല നീലിമ. നിന്റെ കഷ്ടപ്പാടുകൾ കണ്ട് നേരിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ്. നിന്റെ കമ്പനിയോടുള്ള ആ ഒരു ആത്മാർത്ഥത കണ്ടുകൊണ്ട് മാത്രമാണ് നിന്നെ ഈ ഒരു കാര്യത്തിൽ തന്നെ ഞാൻ ഏൽപ്പിക്കുന്നത്. സിദ്ധാർത്ഥിൻ്റെ വാക്ക് കേട്ട് നീലിമയുടെ കണ്ണ് നിറഞ്ഞു. അവൾക്ക് മനസ്സിലായി തുടങ്ങി സിദ്ധാർത്ഥ് തന്നെ ഇത്രമാത്രം ബഹുമാനിക്കുകയും അതുപോലെ തന്നെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. തൻ്റെ കഴിവുകളെ ആരും വില കുറച്ച് കാണരുത് എന്നുള്ളത് സിദ്ധാർത്ഥന് മനസ്സിലാകുന്നുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായി. ഈ ബുദ്ധിമുട്ടുള്ള സ്ഥിതിക്ക് നമ്മൾ പിന്നെ എന്താ ചെയ്യുക? സ്റ്റാർഡം മീഡിയ നമുക്ക് എന്ത് വില കൊടുത്തും സംരക്ഷിച്ചല്ലേ പറ്റൂ? ആശയക്കുഴപ്പത്തോടു കൂടെ നീലിമ ചോദിച്ചു. മറ്റൊരു പോവഴിയും അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നില്ല. മറ്റേതെങ്കിലും കമ്പനി നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചു വരികയാണെങ്കിൽ നമ്മുടെ ഇഷ്യൂസൊക്കെ ഒരു പരിധിവരെ സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ 100% വിശ്വസ്തയോഗ്യതയുള്ള കമ്പനി ആയിരിക്കണം. അത് നമ്മുടെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നോക്കാത്തവരുമായിരിക്കണം. ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ. എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരാതിരിക്കില്ല. നീയും നിന്നാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെ സിദ്ധാർത്ഥ് അവളുടെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് ധൈര്യം പകർന്നുകൊണ്ടാണ് പറഞ്ഞത്. നീലിമയിൽ ആശങ്ക പടർന്നു. സഞ്ജയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപേ തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ എന്ന് അവൾ ഓർത്തു. അടിക്കടി ഉണ്ടാവുന്ന ഈ തിരിച്ചടികൾ കാരണം നീലിമയുടെ മനസ്സ് വല്ലാത്ത അസ്വസ്ഥമായിരുന്നു. തൻ്റെ അസ്വസ്ഥതകൾ മറച്ചു വെച്ചു കൊടുത്തിന് സിദ്ധാർത്ഥിനെ നോക്കി അവൾ വെറുതെ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അതേസമയം അവൻ്റെ മനസ്സും പോംവഴികൾ തേടി അലയുകയാണ്. വരും ദിവസങ്ങളിൽ സഞ്ജയുടെ ഭാഗത്തു നിന്നും ശക്തമായ വെല്ലുവിളികൾ ഉണ്ടാവുമെന്നുള്ളത് സിദ്ധാർത്ഥ് മോഹിച്ചു. എങ്കിലും നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് തങ്ങളത് നേരിടാൻ പോകുന്നത് എന്നുള്ള ആ ഒരു കാര്യം അവർ രണ്ടുപേരും ഒരുമിച്ച് തീരുമാനമെടുത്തു. പിറ്റേ ദിവസം സ്റ്റാർഡം മീഡിയയിൽ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാണ്. സഞ്ജയ് മുഖർജിയുടെ നീക്കങ്ങൾക്കെതിരെയാണ് നീലിമ ആ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവൾക്കൊപ്പം പ്രിയങ്കയും ആ ഒരു മീറ്റിങ്ങിലുണ്ടായിരുന്നു. തലേ ദിവസം സഞ്ജയുമായിട്ടുണ്ടായിരുന്ന ആ ഒരു കൂടിക്കാഴ്ചയൊക്കെ അവരുടെ മുന്നിൽ നിരത്തിവെച്ചു നീലിമ. സ്റ്റാർഡം മീഡിയ സഞ്ജയ് ലക്ഷ്യമിടുന്നു എന്നുള്ളത് കൂടി നീലിമ ബാക്കിയുള്ളവർക്ക് മുന്നിൽ ഉണർത്തുകയാണ്. നീലിമ ആത്മവിശ്വാസത്തോടെ താൻ ഇരുന്ന ചെയറിൽ നിവർന്നിരിക്കുകയാണ്.
നമ്മുടെ കമ്പനിയുടെ തകർക്കാൻ വേണ്ടിയിട്ട് സഞ്ജയ് ഇപ്പോൾ ഏതോ ഒരു അന്താരാഷ്ട്ര മാധ്യമങ്ങളുമായിട്ട് കൂടി രഹസ്യബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും നമ്മുടെ കമ്പനി അയാളിൽ നിന്നും രക്ഷിക്കണം. അതിനുവേണ്ടി അടിയന്തരമായി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഡയറക്ടർ ബോർഡിലുള്ള അംഗങ്ങളെ അവൻ തിരിക്കുന്നതിന് മുൻപേ തന്നെ നമ്മൾ പ്രതിരോധ മാർഗങ്ങളൊക്കെ തീർത്ത് നമ്മൾ ഇതെല്ലാം തന്നെ തടയണം. അയാളുടെ ശക്തിയെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണാൻ പറ്റില്ല. നീലിമ എല്ലാവരെയും നോക്കി പറഞ്ഞു. സാഹചര്യത്തിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവരും തലയാട്ടി. സ്റ്റാർഡം മീഡിയയുടെ നിലനിൽപ്പിനെ സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ ബിസിനസ്സിലുള്ള നമ്മുടെ പങ്കാളിത്തവും എല്ലാം അത്യന്താപേക്ഷിതമാണെന്ന് അവർക്കറിയാം. നമ്മുടെ കമ്പനിയുടെ ദീർഘകാലത്തേക്കുള്ള ആ ഒരു കാര്യത്തെ വെച്ച് ഷെയർ ഹോൾഡേഴ്സിന് വ്യക്തമായി നല്ലതുപോലെ തന്നെ വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. അവർക്ക് നമ്മുടെ കമ്പനിയുടെ മേലുള്ള ആ ഒരു ട്രസ്റ്റ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യേണ്ടി വരുന്നതായിട്ടുണ്ട്. ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതും നമ്മുടെ അത്യാവശ്യം തന്നെയാണ്. വരാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായവും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പങ്കുവെക്കുകയാണ്. ഇവിടുത്തെ സ്റ്റാഫുകളോടും എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രിയങ്കയും നീലിമയോടും ഒരുപാടധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് മറ്റൊരു ദിവസം കൂടെ മീറ്റിംഗ് കൂടെ അറേഞ്ച് ചെയ്യാം. വീണ്ടും അവരുടെ ഡിസ്കഷൻ പുരോഗമിച്ചു. കമ്പനിയുടെ അഭിഭാഷകരിൽ നിന്നും ഉപദേശക സമിതിയിൽ നിന്നും ഓരോരുത്തർ നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. അതിന് ഉചിതമെന്ന് തോന്നുന്ന അഭിപ്രായങ്ങളൊക്കെ നീലിമ നോട്ട് ചെയ്തിരുന്നു. വെല്ലുവിളികൾ നിറഞ്ഞിരുന്ന ഈ ഒരു സാഹചര്യം നമ്മൾ കടന്നുപോകും. ചർച്ചകളൊക്കെ അവസാനിപ്പിച്ച് മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യുമ്പോൾ നീലിമ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു, മാഡം, നിങ്ങളുടെ നിശ്ചയദാർഢ്യവും നേതൃത്വവും പഠനവും ഞങ്ങൾക്കെല്ലാവർക്കും ഒരു പ്രചോദനമാണ്. ഈ കമ്പനിയെ സംരക്ഷിക്കുന്നതിനുള്ള മാഡത്തിൻ്റെ പ്രതിബദ്ധത നമ്മുടെ ടീം അംഗങ്ങൾക്ക് ഊർജം പകരുന്നതാണ്. ഞങ്ങളെല്ലാവരും ഈ കമ്പനിയിൽ വിശ്വസിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ നമ്മൾ ഒരുമിച്ച് നേരിടും. എല്ലാവരും ഒരേ സ്വരത്തിൽ നീലിമയോട് പറഞ്ഞു. നീലിമയുടെ ആത്മവിശ്വാസമുള്ള വാക്കുകൾ മറ്റുള്ളവർക്കും ധൈര്യം പകർന്ന് അവരെ മോട്ടിവേറ്റ് ചെയ്തു. എങ്കിലും നീലിമയുടെ മനസ്സിൽ ഒരു ഭീതി എപ്പോഴും ഉണ്ടായിരുന്നു. മീറ്റിംഗ് അവസാനിച്ചപ്പോൾ കോൺഫറൻസ് റൂം വിട്ട് ഓരോരുത്തരായിട്ട് പുറത്തിറങ്ങി. ഒടുവിൽ നീലിമയും പ്രിയങ്കയും മാത്രം ആ ഒരു കോൺഫറൻസ് റൂമിൽ തനിച്ചിരിക്കുകയാണ്. പ്രിയങ്ക, നമുക്ക് സഞ്ജയുടെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അവൻ്റെ ഭാഗത്തു നിന്ന് പെട്ടെന്നുണ്ടാവുന്ന തിരിച്ചടികളിൽ നിന്നും നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതീവ ഗൗരവത്തോടുകൂടെ പ്രിയങ്കയോട് നീലിമ പറഞ്ഞു. സഞ്ജയുടെ നീക്കങ്ങൾ അറിയാൻ ഞാൻ ശ്രമിക്കാം. എന്നെക്കൊണ്ട് സാധ്യമാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാം മാഡം. പ്രിയങ്കയുടെ വാക്കുകൾ കേട്ട് അവളെ നന്ദിയോടുകൂടെ നോക്കിക്കൊണ്ട് തന്നെ നീലിമ കസേരയിൽ നിന്നും അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ബോട്ടിലിലെ വെള്ളം ഒറ്റ ഇരിപ്പിലാണ് നീലിമ കുടിച്ചു തീർത്തത്. ഇത് കണ്ട് പ്രിയങ്ക അത്ഭുതപ്പെട്ടു പോയി. മാഡം, നിങ്ങൾ ഓക്കെ അല്ലേ? നിങ്ങളുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീലിമയുടെ മുഖം കണ്ട് പ്രിയങ്ക ചോദിച്ചു. നീലിമ കാര്യമായിട്ടുള്ള എന്തോ ചിന്തകളിൽ തന്നെയായിരുന്നു ആ സമയത്തും. അങ്ങനെ നീലിമ എന്തൊക്കെയോ ടെൻഷനോടങ്ങനെ ചിന്തിച്ചിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. വീഡിയോ മുഴുവനായിട്ട് കണ്ടവരുണ്ടെങ്കിൽ വീഡിയോനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഏതായാലും കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. ബൈ.